സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടരുന്നു. വയനാട്ടിൽ പത്രിക സമർപ്പിച്ച രാഹുൽ ഗാന്ധി എന്നും വയനാടിനൊപ്പം ഉണ്ടാകുമെന്ന പ്രതികരണം. കൽപ്പറ്റയിൽ UDFന്റെ വൻ റോഡ് ഷോ. ആനി രാജയും പത്രിക നൽകി. കരുവന്നൂർ കേസിൽ MM വർഗീസിന് വീണ്ടും നോട്ടീസ് അയച്ച് ED. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഹാജരാകാൻ 26 വരെ സാവകാശം വേണമെന്ന വർഗീസിന്റെ ആവശ്യം തള്ളി. തൃശൂർ മൂർക്കനാട് കത്തിക്കുത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത് വെളത്തൂർ മനക്കൊടി സ്വദേശി അക്ഷയ്. 5 പേർക്ക് പരിക്കേറ്റു. അരുണാചലിൽ മലയാളികൾ മരിച്ച സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. അന്വേഷണത്തിന് പ്രത്യേക സംഘം. ആര്യയുടെ ബ്ലാക്ക് മാജിക് ബന്ധത്തിന് തെളിവുണ്ടെന്ന് പോലീസ്. നവീനും ഭാര്യ ദേവിയും മുൻപും ഇറ്റാനഗറിലെത്തിയിരുന്നതായി കണ്ടെത്തൽ. തൃശൂരിൽ TTE തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് കരുതിക്കൂട്ടിയെന്ന FIR. വിനോദിനെ പ്രതി തള്ളിയിട്ടത് പിന്നിൽ നിന്ന്. മരണകാരണം തലക്കേറ്റ ക്ഷതമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മഞ്ഞുമലിലെ വസതിയിൽ അന്തിമോപചാരം അർപ്പിച്ച സുഹൃത്തുക്കളും ബന്ധുക്കളും. വയനാട് മൂന്നാനക്കുഴിയിൽ കിണറ്റിൽ വീണ കടുവയെ കൂട്ടിലാക്കി. പാടി പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റി. തൃശൂർ അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ. പത്തനംതിട്ടയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിജുവിന് വിടചൊല്ലി നാട്. ജസ്റ്റിസ് S മണികുമാർ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. സർക്കാർ ശുപാർശ അംഗീകരിച്ച ഗവർണർ. പ്രതിപക്ഷ നേതാവിന്റെ വിയോജനക്കുറിപ്പ് പരിഗണിച്ചില്ല.